ആ ഇടവകയിൽ തന്നെ ഈ അന്തഛിദ്രം ഉണ്ടാകണം ശരിക്കും പറഞ്ഞാൽ. അതുപോലെ അങ്ങനെ കുറേ ഇടവകയുണ്ട്. ഇടവകയിൽ ചില അതായത് ഇങ്ങനെ കാലാകാലം കണ്ട അധർമ്മം മാത്രം പെരുകി രോഗാതുരമായിട്ടുള്ള ഗുണങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇത്തരം കുടുംബങ്ങളുടെ എണ്ണം പൊതുസമൂഹത്തിനെ ബാധിക്കുന്നതുകൊണ്ടാണ് നമ്മൾ നിത്യാരാധനയൊക്കെ വെക്കണത്. ആൾക്കാർ പരിഹാര ആരാധനയൊക്കെ വെക്കത്തില്ലേ പള്ളികളിൽ, ഒരു ദിവസം മുഴുവനും. ഇതുപോലെ ഇത് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ്. നമ്മൾ ആ ഉണർവോടെ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും ഈ പനി ബാധിക്കും. ഇപ്പം നിസ്സാരമല്ല അത് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ വർഷങ്ങളായിട്ട് പള്ളികളിൽ വ്യഭിചാരത്തെക്കുറിച്ചോ ഗർഭചിത്രത്തെക്കുറിച്ചോ നിത്യതയെക്കുറിച്ചോ അച്ഛന്മാർ സംസാരിക്കണില്ല, പാസ്റ്റർമാർ സംസാരിക്കണില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് അപ്പോൾ എന്താ സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിനെയൊക്കെ സംസാരിച്ചാൽ ജനങ്ങളെ എങ്ങനെ പോകുന്നു അതിൻ്റെ കൂടെ അങ്ങോട്ട് പോയിട്ട് അവരെ തിന്മയുടെ ഒത്തുതീർപ്പെടുകയും അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ സമൂഹം മുഴുവനായിട്ടും നശിക്കും. അങ്ങനെയുള്ള ഒരു സഭയെ ദൈവത്തിന് ആവശ്യമില്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും പള്ളികളൊക്കെ വിൽക്കട്ടെന്ന് ദൈവം കരുതണത്. യൂറോപ്പിലെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാതെ കൊണ്ടാണ്. കാര്യം അവരുടെ ആ രാജ്യവും ആ ഉണ്ടാക്കുന്ന നിയമങ്ങളും ആ സപ്പോർട്ട് ചെയ്യുന്ന സഭയും ഒക്കെ എല്ലാം ആ രീതി കോംപ്രമൈസ് ഒത്തുതീർപ്പിന് വിധേയമാണ്. അപ്പം എൻ്റെ വിഷയം എന്ന് പറയണത് ഇങ്ങനെ കുറേയുള്ള കാര്യങ്ങൾ ഇതിനൊന്നും ഒത്തുതീർപ്പില്ലാത്തതാണ്. അവസാനം ഏലിയായോട് ചോദിക്കണില്ലേ, ഏലിയായോട് ചോദിക്കണേ നീ എന്ത് ചെയ്യണം? അപ്പോൾ എല്ലാവരും പോയി, ഞാൻ മാത്രമേ ഉള്ളെന്ന്. അപ്പോൾ ദൈവം അവൻ്റെ വായിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ്, നീ എന്ത് ചെയ്യണമെന്ന്. നിന്നെക്കുറിച്ചുള്ള തീഷ്ണതയാ ഞാൻ ചുരുക്കുകയാണ്. ഒരാളായാലും മതി, അതിനൊരാളായാലും മതി. നിൻ്റെ വീട്ടിൽ തീഷ്ണതയുള്ള നീ മാത്രമാണെങ്കിൽ നീ മാത്രം നിൽക്കണം. നിന്നിലൂടെ ആ കുടുംബത്തെ ദൈവം വീണ്ടെടുക്കും. അത്യപൂർവ ദൈവ